ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഗ്രാഫിനെ കുറിച്ചിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രാഫിലൊരു സബ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ട്രീ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ട്രീനെ പറ്റി പറയുമ്പോൾ കുറെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. അതായത് പ്രോപ്പർട്ടീസും കാര്യങ്ങളും. ബാക്കിയൊക്കെ നമ്മൾ ഫോസമ്മിലെ ഇലക്റ്റീവ് ഉണ്ട്, ഗ്രാഫ് തിയറി എന്നും പറഞ്ഞിട്ട്, അതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ട്രീ എന്താണ് ഡെഫിനിഷൻ നോക്കാം. അതായത് ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണ്, പക്ഷേ വിത്തൗട്ട് സൈക്കിൾ. അങ്ങനത്തെ ഗ്രാഫുകളെയാണ് നമ്മൾ എന്താ പറയുന്നത്? ട്രീ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഗ്രാഫ് എടുത്തു. ഈ ഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കണക്റ്റഡ് ഗ്രാഫാണ്, പക്ഷെ ഇതിൽ സൈക്കിൾ ഉണ്ടോ? ഇല്ല. അതായത് ഇതൊരു എന്താണ്? ഒരു ട്രീ ആണ്. അതായത് കണക്റ്റഡ് ഗ്രാഫ് ആവണം. അത് മാത്രം പോരാ, സൈക്കിൾ ഉണ്ടാവാനും പാടില്ല. ഓക്കെ, ഇനി എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതൊരു ട്രീ ആണ് കേട്ടോ. ഓക്കെ, ഇത് ഒരു ട്രീ ആണോ? പറയാൻ പറ്റിയ ബാസ്യമുണ്ടോ? ആ, പറയുവോ? ഇത് ട്രീ ആണോ? പറഞ്ഞോളൂ. അല്ല, എന്തുകൊണ്ട്? ഏതാ സൈക്കിള്? ഇതോ? ആ, ഓക്കെ, വെരി ഗുഡ്. കാരണം ലൂപ്പ് ഒക്കെ എന്താണ്? ഒരു സൈക്കിള് തന്നെയാണ്. ഓക്കെ, ലൂപ്പ് എന്ന് പറയുന്ന സാധനം എന്താണ്? സൈക്കിള് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതെന്തല്ല? ഒരു ട്രീ അല്ല. അപ്പൊ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്റ്റഡ് ആയാൽ മാത്രം പോരാ, അതിൽ സൈക്കിൾ ഉണ്ടാവാൻ പാടില്ല. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ. ഈ ഗ്രാഫ് നോക്കാം. ഇത് ട്രീ ആണ്. അരുണിമ ഉണ്ടോ? അരുണിമ പ്രഭു ഉണ്ടോ? അരുണിമ പ്രഭു. ആ, ഇപ്പൊ ഞാൻ വരച്ച ഗ്രാഫ് ട്രീ ആവോ? കണക്റ്റഡ് അല്ലല്ലോ. യാ, വെരി ഗുഡ്. അപ്പൊ ഇതെന്തല്ല? കണക്റ്റഡ് അല്ല. പക്ഷെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രീകളാണ്. രണ്ട് ട്രീകൾ കൂടി ചേർന്ന ഗ്രാഫാണിത്, അല്ലേ? ആണോ? അല്ലേ? ഓക്കെ, അപ്പം ഇങ്ങനെ ഉള്ള ഗ്രാഫ്, അതായത് സൈക്കിൾ ഇല്ലാത്ത ഗ്രാഫിനെ നമ്മൾ അസൈക്ലിക് ഗ്രാഫ് എന്നാണ് പറയാറുള്ളത്. ചില സമയത്ത് പറയാറുണ്ട് അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, എല്ലാ അസൈക്ലിക് ഗ്രാഫും തന്നെയാണ് ട്രീ ആണ്, പക്ഷെ അത് കണക്റ്റഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയാ ഫോറസ്റ്റ് എന്ന് പറയും. കാട്. ഓക്കെ, ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ, ഒന്നോ അതിലധികമോ ട്രീകൾ കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നോ അതിലധികമോ ട്രീകൾ കൂടി ചേർന്നാണ്.
ഇപ്പം ആദ്യം കൊടുത്ത സാധനം ഒരു ഫോറസ്റ്റ് കൂടിയാണ്. ഓക്കെ, പക്ഷെ രണ്ടാമത്തത് എന്തല്ല, ട്രീ അല്ല. പക്ഷെ ട്രീ സബ് ഗ്രാഫുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ 2 ട്രീകൾ അതിൽ കൂടി ചേർന്നിട്ടുള്ള ഗ്രാഫാണ്. അപ്പൊ ഇതെന്താണ്, ഒരു ഫോറസ്റ്റ് ആണ്. ഇതിൽ ഓരോന്നും ഓരോരോ ട്രീകളായിരിക്കും ഉണ്ടാവുക. 2 കമ്പണന്റ് ഉണ്ട്. അപ്പൊ ഈ 2 കമ്പണന്റും എന്താണ്, ട്രീകളായിരിക്കും. ഓക്കെ, അപ്പൊ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം, അതായത് ഒരു കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കണം വിത്തൗട്ട് സൈക്കിൾ. അതായത് സൈക്ലിക് കണക്റ്റഡ് സിമ്പിൾ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്റെ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ചോദ്യമല്ല, ഓരോരോ കാര്യങ്ങളാണ്. ഇതിൽ നോക്കുക, ഇതിൽ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി പോകും, ട്രീനെ സംബന്ധിച്ച് ഡിസ്കണക്ട് ആവും. അപ്പം ഇതിന് ഏതൊരു ട്രീനെ സംബന്ധിച്ച് എടുത്തിട്ടുണ്ടെങ്കിലും എന്തുണ്ടായിരിക്കും, കട്ട് എഡ്ജ് ഉണ്ടായിരിക്കും. കട്ട് എഡ്ജ്, എല്ലാ എഡ്ജും എന്തായിരിക്കും, കട്ട് എഡ്ജ് ആയിരിക്കും. ഒരു ട്രീന്റെ എല്ലാ എഡ്ജും തന്നെ ആയിരിക്കും, കട്ട് എഡ്ജ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ ഈ എഡ്ജ് ഡിലീറ്റ് ചെയ്താൽ കട്ട് എഡ്ജ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഈ കുഞ്ഞാപ്പ് ഡിലീറ്റ് ചെയ്താലും ഒരു വെർട്ടെക്സ് മാത്രം മാറുന്നു അല്ലേ, അതും കട്ട് എഡ്ജ് ആണ്. അപ്പം ഏത് എഡ്ജ് ഡിലീറ്റ് ചെയ്താലും, ട്രീനെ സംബന്ധിച്ച് ഏത് എഡ്ജ് ഡിലീറ്റ് ചെയ്താലും അതൊക്കെ കട്ട് എഡ്ജ് ആണ്. അല്ലെങ്കിൽ എവറി എഡ്ജ് ഈസ്, ഈച്ച് എഡ്ജ് ഈസ് കട്ട് എഡ്ജ് ഇൻ എ ട്രീ. ഓക്കെ, മറ്റൊരു പ്രത്യേകത, എൻഡ് വെർട്ടെക്സ് അല്ലാത്ത ഏത് വെർട്ടെക്സ് എടുത്താലും, കാരണം എൻഡ് വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്താൽ എന്തായിപ്പോ അത് പിന്നെ ഒരു സബ് ഗ്രാഫായി മാറും, സബ് ട്രീ ആണ് വരിക. ഓക്കെ, സബ് ട്രീ ആണ് വരിക. അപ്പം എൻഡ് വെർട്ടെക്സ് അല്ലാത്ത ഏതൊരു വെർട്ടെക്സ്, ഇതാ ഈ കുഞ്ഞാപ്പ് ഡിലീറ്റ് ചെയ്തു, അപ്പൊ എന്തായി, 3 ഡിസ്കണക്റ്റഡ് ഗ്രാഫുകളായി മാറി. അല്ലെ ഈ കുഞ്ഞാപ്പ് ഡിലീറ്റ് ചെയ്തു, അപ്പൊ എന്തായി, വേറെ 2 കമ്പണന്റ് ഉള്ള ഒരു ഗ്രാഫായി മാറി. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എൻഡ് വെർട്ടെക്സുകൾ അല്ലാത്ത ഏത് വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്താലും എന്തായിരിക്കും, അത് കട്ട് വെർട്ടെക്സുമായിരിക്കും. ഓക്കെ, കട്ട് വെർട്ടെക്സ്. അപ്പം ഈ 2 കാര്യങ്ങളാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയുള്ളത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്നിട്ടില്ലാത്ത കാര്യമാണ്, പക്ഷെ നമ്മളുടെ കൺസെപ്റ്റ്സ് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കും. ആ ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറാണ്. അപ്പം ഈ തിയറത്തില് അല്ലെങ്കിൽ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രീയുടെ പ്രോപ്പർട്ടികളാണ് കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ചെറിയൊരു സെക്ഷൻ കൂടിയാണ്. അടുത്ത ദിവസത്തോട് കൂടിയിട്ട് ഈ സെക്ഷൻ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് ട്രീ ആണ് എങ്കിൽ ഈഫ് ആൻഡ് ഓൺ ലീഫ് കണ്ടീഷൻ ആണ്. അതായത് ഒരു ഗ്രാഫ് ഉണ്ട്, അത് ട്രീനെ ടി എന്നാണ് ഡിനോട്ട് ചെയ്യല്. ഓക്കെ, അത് എന്താണ്, ഈ ട്രീ ആവണമെന്നുണ്ടെങ്കിൽ ഈഫ് ആൻഡ് ഓൺ ലീഫ് കണ്ടീഷൻ ആണ്. അതായത് ഏത് 2 വെർട്ടെക്സും കണക്റ്റഡ് ചെയ്തിട്ടുള്ളത് ഒരു യുണീക്ക് പാത്ത് വേലാണ്. പ്രത്യേകം ശ്രദ്ധിക്കാം, യുണീക്ക് പാത്ത് വേലാണ്, അല്ലെങ്കിൽ യുണീക്ക് പാത്തിനോടാണ് അത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഏത് യു എന്ന് പറയുന്നതും വി എന്ന് പറയുന്നതും വെർട്ടെക്സുകൾ എടുത്താൽ അത് തമ്മിൽ എപ്പോഴും കണക്ട് ചെയ്തിട്ടുണ്ടാവുക യുണീക്ക് പാത്തായിരിക്കും, വേറൊരു പാത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് തിയറം പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതായത് ഒരു ഗ്രാഫിൽ 2 വെർട്ടെക്സുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് 2 വെർട്ടെക്സ് എടുത്താലും അത് തമ്മിൽ യുണീക്ക് പാത്താണ് എങ്കിൽ അത് ട്രീ ആണ് എന്നും, ട്രീ ആണെങ്കിൽ ഏത് 2 വെർട്ടെക്സ് എടുത്തിട്ടുണ്ട് എങ്കിലും അവ തമ്മിലുള്ള പാത്ത് എന്ന് പറയുന്നത് യുണീക്ക് ആണെന്നും, ഇത് രണ്ടും ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, നമുക്കൊന്ന് നോക്കാം. നേരത്തെ എക്സാമ്പിൾ കാണിച്ച ട്രീയിലൊന്ന് നോക്കിയാൽ മതി. ഇതാ ഇത് യു ആണ്, ഇത് വി ആണ് എങ്കിൽ ഇതാ ഇതിലെങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരാനേ ഉള്ളൂ പോസിബിലിറ്റി ഉള്ളൂ, വേറൊരു വഴിയുമില്ല അല്ലേ. അതുപോലെ തന്നെ ഇങ്ങോട്ടാണെങ്കിലും
യുവിൽ നിന്നും എന്താ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരികയെന്നേ ഉള്ളൂ, വേറൊരു ഓപ്ഷൻ ഇല്ല അല്ലേ. അപ്പോൾ യുവിൽ നിന്നും വിയിലേക്കുള്ള പാത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പാത്ത് യുണീക്ക് ആയിരിക്കും എന്തില്, ട്രീയില്, ട്രീ എന്ന് പറയുന്ന ഗ്രാഫുകളില്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൂഫാണ് ചെയ്യാൻ പോകുന്നത്. പ്രൂഫ് ടി എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ്, ലെറ്റ് ടി ബി ദി ട്രീ ആണ് എന്നെടുത്തു. അങ്ങനെയാണ് എങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്, ദാറ്റ് ഈസ് അസൈക്ലിക് ഗ്രാഫ് അല്ലേ. അസൈക്ലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ മീനിങ്, അതായത് സൈക്കിളുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഇൻവേഴ്സ് ആണ് എടുക്കുന്നത്. അതായത് നമ്മൾ എടുക്കുന്നത് ഇതിന്റെ ഇൻവേഴ്സ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് എടുത്തിട്ടുണ്ടെങ്കിലും അത് തമ്മിൽ യുണീക്ക് പാത്താണ് എന്നുള്ളതിന്റെ ഇൻവേഴ്സ് എടുക്കുക. അതിന്റെ മീനിങ് എന്താ, സപ്പോസ് ചെയ്യും നമ്മൾ എന്താണ് സപ്പോസ് ചെയ്യുന്നത്, ഏത് യു വി പാത്ത് എടുത്തിട്ടുണ്ടെങ്കിലും അത് യു വി എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് എടുത്തിട്ടുണ്ടെങ്കിലും അത് തമ്മിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് പാത്തുകൾ ഉണ്ട് എന്നെടുത്തു. ഓക്കെ, പാത്തുകൾ ഉണ്ട് എന്നെടുത്തു. അപ്പൊ യുണീക്ക് അല്ലല്ലോ. ഓക്കെ, അങ്ങനെ എടുത്തു. കോൺട്രഡിക്ഷൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ 2 പാത്തുകൾ ഉണ്ട് എന്നത്. അങ്ങനെ ആകുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്, യു എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന 2 വെർട്ടെക്സുകൾ ഉണ്ട്, അതിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 പാത്തുകൾ ഉണ്ട് എന്ന് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ഈ പാത്തിന്റെ P1 ഉം P2 യൂണിയൻ എന്തായിരിക്കും, ഒരു സൈക്കിൾ ആയിരിക്കും അല്ലെ. ദാറ്റ് ഈസ് എ സൈക്കിൾ. ഓക്കെ, അതായത് ഇവിടെ കിട്ടിയത് യുവിന്റെയും വിന്റെയും ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് ആയിരിക്കും എന്ന് അസ്യൂം ചെയ്തു. 2 ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് ഉണ്ട് എന്നെടുത്തു. അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ കൺസെപ്റ്റ് പ്രകാരം P1 യൂണിയൻ P2 എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈക്കിൾ ആയിരിക്കും. ബട്ട് അവർ അസംഷൻ എന്ന് പറയുന്നത് എന്താണ്, ട്രീ ആണ്. ടി എന്ന് പറയുന്നത് എന്താണ്, ട്രീ ആണ്. അതായത് അസൈക്ലിക് ഗ്രാഫ് ആണ്, അതിൽ സൈക്കിൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിയല്ല. therefore കോൺട്രഡിക്റ്റ് ചെയ്തു നമ്മളുടെ കൺസെപ്റ്റ്. ഓക്കെ, കോൺട്രഡിക്റ്റ്. ഓക്കെ, കോൺട്രഡിക്റ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകും, ഇനി അത് കോൺട്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അതിന്റെ മീനിങ് എന്താണ്, സോ യു വി പാത്ത് ഈസ് യുണീക്ക് അല്ലേ, ആണോ അല്ലേ. യു വി പാത്ത് എന്താണ്, യുണീക്ക് ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കോൺവേഴ്സ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, കോൺവേഴ്സ്ലി നമ്മൾ ഒരു ഗ്രാഫ് ജി എന്ന് പറയുന്ന ഗ്രാഫ് എടുത്തു. ഏത് 2 വെർട്ടെക്സ് എടുത്തിട്ടുണ്ട് എങ്കിലും അല്ലേ യുണീക്ക് പാത്താണ് എന്നർത്ഥം. ഏത് വെർട്ടെക്സുകളും തമ്മിലുള്ള പാത്ത് എന്താണ്, യുണീക്ക് പാത്താണ് എന്നർത്ഥം. ഏത് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടെക്സ് എടുത്താലും യുണീക്ക് പാത്താണ് എന്നർത്ഥം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ജി ഒരു ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യണം. ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താവണം, ജി കണക്റ്റഡ് ആണ് എന്ന് പറയണം, പിന്നെ അസൈക്ലിക് ആണ് എന്ന് പറയണം. യുണീക്ക് പാത്ത് ഏത് വെർട്ടെക്സുകൾ എടുത്തിട്ടുണ്ടെങ്കിലും യുണീക്ക് പാത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വെർട്ടെക്സിലേക്കും, ഒരു വെർട്ടെക്സിൽ നിന്നും വേറെ എല്ലാ വെർട്ടെക്സിലേക്കും പാത്ത് ഉണ്ട് എന്ന് കിട്ടി. യുണീക്ക് പാത്താണ്, അത് പാത്ത് ഉണ്ട് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എന്താണ്, ജി കണക്റ്റഡ് ആണ് എന്ന് കിട്ടി. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ജി കണക്റ്റഡ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ജി അസൈക്ലിക് ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇനി അസൈക്ലിക് ആണ്, സൈക്കിൾ ഉണ്ട് എന്ന് എടുത്തു. സൈക്കിൾ ഉണ്ട് എന്ന് എടുത്തിട്ടുണ്ട് എങ്കിൽ അസംഷൻ ആണ്, സപ്പോസ് ജി
ഹാസ് എ സൈക്കിൾ യു ടു വി എന്ന് പറയുന്ന അങ്ങനെ വരുമ്പോൾ വേർ എക്സിസ്റ്റ് യു ആൻഡ് വി എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സുകൾ ഉണ്ടായിരിക്കും അല്ലേ? ആ വെർട്ടെക്സുകൾ തമ്മിലുള്ള ഇതെന്തായിരിക്കും? സൈക്കിള് ആണ് എങ്കിൽ അവ തമ്മിൽ പ്രത്യേകത എന്താ? സൈക്കിൾ ആണെങ്കിൽ അതിന് രണ്ട് വെർട്ടെക്സുകൾ എടുത്താൽ ആ വെർട്ടെക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് പാത്തുകൾ അവിടെ ഉണ്ടായിരിക്കും അല്ലേ? പാത്ത് ഉണ്ടാവും. ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് എന്തായി നമ്മളുടെ കോൺട്രഡിക്റ്റ് ചെയ്തു. ടു ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? യൂണീക്ക് പാത്താണ് എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായി? കോൺട്രഡിക്റ്റ് ചെയ്തു. ഓക്കെ, കോൺട്രഡിക്റ്റ് ചെയ്തു. അപ്പൊ ജി എന്താണ്? സൈക്ലിക് ഗ്രാഫ് ആണ്. ഓക്കെ, ജി കനോട്ട് കണ്ടെയ്ൻ സൈക്കിൾ. ഓക്കെ, അപ്പൊ എന്തായി? ഗ്രാഫ് എന്താണ്? ജി ഈസ് എ ട്രീ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത തിയറം നോക്കുക. ഏതൊരു കണക്റ്റഡ് ഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിലും അതിന് സ്പാനിങ് ട്രീ ഉണ്ടാവുന്നതാണ് പറയുന്നത്. സ്പാനിങ് ഗ്രാഫ് എന്താണെന്ന് അറിയാലോ? ഒരു ഗ്രാഫ് ഉണ്ട് എങ്കിൽ, ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഈ ഗ്രാഫ് ഉണ്ട് എങ്കിൽ ഇതിന്റെ സബ് ഗ്രാഫ് ആയിരിക്കണം വിത്ത് വെർട്ടിസസ് ഈക്വൽ ടു ഇത് തന്നെ ആയിരിക്കണം. ഇതിന്റെ അത്രയും വെർട്ടിസസ് അല്ല, അതായത് നമ്പർ ഓഫ് വെർട്ടിസസ് ഈക്വൽ ആവുകയും പക്ഷെ അതിന്റെ സബ് ഗ്രാഫ് ആവുകയും ചെയ്യാം. അങ്ങനത്തെ ഗ്രാഫിനെയാണ് സ്പാനിങ് ഗ്രാഫ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 3 വെർട്ടെക്സുകൾ ഉണ്ട്. ഈ എഡ്ജും മാത്രമേ ആവശ്യം. ഇതൊരു സ്പാനിങ് ഗ്രാഫ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഏതൊരു കണക്റ്റഡ് ഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ, സിമ്പിൾ എന്നൊന്നും പറയുന്നില്ല, ഏത് കണക്റ്റഡ് ഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനൊരു സ്പാനിങ് ട്രീ എന്ന് പറയാം. എന്താ? അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇത് ഒരു കണക്റ്റഡ് സൈക്ലിക് ഗ്രാഫ് ആണ്, പക്ഷെ ഇതിന്റെ സബ് ഗ്രാഫ് ആണ് ഇത്, സ്പാനിങ് ഗ്രാഫ് ആണ്. ഇതൊരു ട്രീ ആണ്. നോക്കുക, ഇതാ സൈക്ലിക് ഗ്രാഫ് ആണ്, ഇതൊരു ട്രീ ആണ്. ഓക്കെ, അങ്ങനെ ഏതൊരു ഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? സ്പാനിങ് ഗ്രാഫ് ഉണ്ട് പ്രൂവ് ചെയ്യണം. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ ജി എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണ് എടുത്തു. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ കണക്റ്റഡ് ഗ്രാഫ് ആണ് എടുത്തു ജി എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെയാണ് എങ്കിൽ ജി ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണ് എങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? അതിന് സ്പാനിങ് സബ് ഗ്രാഫുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ സി എന്ന് പറയുന്നതിന് സെറ്റ് ഓഫ് ഓൾ, ഓക്കെ, ഓൾ കളക്ഷൻ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഓൾ സ്പാനിങ് ഗ്രാഫ് എടുത്തു. സ്പാനിങ് സബ് ഗ്രാഫ് ആക്കി എടുത്തു. സോറി, നിർത്തിപ്പോയോ? സ്പാനിങ് സബ് ഗ്രാഫ് ആക്കി എടുത്തു. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ജി എവിടെ ഉണ്ടായിരിക്കും? സിയിൽ ഉണ്ടായിരിക്കും. കാരണം എല്ലാ സബ് ഗ്രാഫുകളും വരുമ്പോൾ ജിന്റെ തന്നെ ഒരു സബ് ഗ്രാഫ് ആണ്, സ്പാനിങ് സബ് ഗ്രാഫും കൂടിയാണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ജിന്റെ എഡ്ജുകൾ ഏറ്റവും കുറവുള്ള സ്പാനിങ് സബ് ഗ്രാഫ് എടുത്തു. അതിനെ ഞാൻ ടി എന്ന് വിളിച്ചു. എഡ്ജുകൾ കുറഞ്ഞ മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഉള്ള ഗ്രാഫ് ഞാൻ എടുത്തു. എയിൽ നിന്നും സിയിൽ നിന്നും, പ്രത്യേകം ശ്രദ്ധിക്കണേ, സിയിൽ നിന്നും മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഉള്ള ഗ്രാഫ് ഞാൻ എടുത്തു. അങ്ങനെയാണ് എങ്കിൽ ടി എന്തായിരിക്കണം? നിർബന്ധമായിട്ട് ഒന്നെങ്കിൽ ഈ സെറ്റ് ട്രീ, ഒന്നെങ്കിൽ ട്രീ ആയിരിക്കും. അല്ല എങ്കിൽ
ട്രീ അല്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു? ട്രീ അല്ല എങ്കിൽ നമുക്കറിയാം ഈ ട്രീ അതിന്റെ മീനിങ് എന്താണ്? ഒരു സൈക്കിൾ ഉണ്ട് എന്നാണ്, അല്ലേ? സൈക്കിൾ ഉണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ സൈക്കിളിന് എന്ത് ചെയ്യാം? ഡിലീറ്റ് എഡ്ജ്, ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്യാം. വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, എഡ്ജ് ഡിലീറ്റ് ചെയ്യാം. ദെൻ ബിക്കം എ ട്രീ. അതായത് ട്രീ എന്ന് പറയുന്നത് ട്രീ അല്ല എങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഒരു സൈക്കിൾ എങ്കിലും ഉണ്ടാവുന്നതാണ്. ആ സൈക്കിള്, അതായത് ആ സൈക്കിളിൽ നിന്നും ഒരു എഡ്ജ് എന്ത് ചെയ്യാം? അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. therefore you will get a tree. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കേരളത്തില്? ദിവ്യാദാസ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്? ഇല്ല. വേറെ ഷഹാൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഇത് ചിലപ്പോൾ സ്പാനിങ് ട്രീ ചോദിക്കാറുണ്ട്. സിമ്പിൾ ആണ് സ്പാനിങ് ട്രീ ഒക്കെ. ഓക്കെ, ഇതാണ് എന്ന് വിചാരിക്കാം കേട്ടോ. അതായത് ഇതിന് ഞാൻ പേര് കൊടുത്തു V1, V2, V3, V4, V5, V6. ഓക്കെ, പോരെ? അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ സ്പാനിങ് ട്രീ എങ്ങനെ ഉണ്ടാവുന്ന? ഇതിന്റെ സ്പാനിങ് ട്രീ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വെർട്ടെക്സുകളാണ് നമ്മൾ വരയ്ക്കേണ്ടത് സത്യത്തിൽ. V1 എല്ലാ വെർട്ടെക്സും വരണം. അതിൽ മിനിമം എഡ്ജുള്ള വെർട്ടെക്സുകളാക്കി വരച്ചാൽ മതി. ഇപ്പം V1ൽ നിന്നും V3യിലേക്ക് പോകണം, അല്ലേ? V3യിൽ നിന്നും V2യിലേക്ക് ഞാൻ വരച്ചു. V2യിൽ നിന്നും നോക്കണേ, V2യിൽ നിന്നും V4ലേക്ക് ഞാൻ വരച്ചു. V4ന്റെ മുകളിൽ ഒരു ലൂപ്പ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണ്ട? വരയ്ക്കണ്ട. ഇനി V4ൽ നിന്നും എങ്ങനെയാണ് V3യിലേക്ക് വരണം? ഇനി V3യിൽ നിന്നും V6ലേക്കും V6 V5. ഓക്കെ, ഇതില് സൈക്കിൾ ഇനിയും പോയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതിൽ നിന്നും സൈക്കിൾ പോകാൻ വേണ്ടി ഇത് അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇപ്പൊ നോക്കാം, ഇതൊരു സ്പാനിങ് ട്രീ ആണ്, അല്ലേ? ഇത് നോക്കാം, എല്ലാ വെർട്ടെക്സുകളും ഉണ്ട്. ഇതില് സ്പാനിങ് ട്രീ ആണ്. ഇനി വേറൊരു സ്പാനിങ് ട്രീ ഇതിൽ നിന്ന് ഉണ്ടാക്കാം. ഇതങ്ങ് ഡിലീറ്റ് ചെയ്യും. ഇതെന്താണ്? വേറൊരു സ്പാനിങ് ട്രീ ആണ്. ഇനി ഈ എഡ്ജ് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ വേറൊരു സ്പാനിങ് ട്രീ. ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കുറെ സ്പാനിങ് ട്രീകൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് തിയറം പ്രൂവ് ചെയ്തത്. ഒരു ഗ്രാഫ് തന്നാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പാനിങ് ട്രീ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി അടുത്തൊരു തിയറം, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ഉള്ള തിയറാണ്. അപ്പോൾ ഒരു ട്രീ ഉണ്ട്. ആ ട്രീയിൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് എഡ്ജസിനെ നമ്മൾ എന്താണ്? എമ്മിനെ കൊണ്ടുപോകും. അതായത് സൈസ് എന്നാണ് അതിനെ പറയാ. അതുപോലെ തന്നെ n എന്താണ്? നമ്പർ ഓഫ് വെർട്ടിസസ് ആണ്, ദാറ്റ് ഈസ് ഓർഡർ, അല്ലെ? അപ്പോൾ ഒരു ട്രീയുടെ n വെർട്ടെക്സ് ഉള്ള ട്രീയുടെ
എഡ്ജസ് എന്ന് പറയുന്നത്, അതായത് എം എന്ന് പറയുന്നത് എപ്പോഴും n-1 ആണെന്നും n-1 ഉള്ള ഒരു കണക്റ്റഡ് ഗ്രാഫിന്റെ ഗ്രാഫ് ഉണ്ട് എങ്കിൽ n- എഡ്ജ് ഉള്ള n വെർട്ടെക്സ് ഉള്ള, പ്രത്യേകം ശ്രദ്ധിക്കുന്നത് n വെർട്ടെക്സും n- എഡ്ജസും ഉള്ള ഒരു കണക്റ്റഡ് ഗ്രാഫ് എന്തുവാണ്, ട്രീ ആണ് എന്നുള്ളതാണ് പ്രത്യേകത. രണ്ടും ശ്രദ്ധിക്കണം, രണ്ടുമാണ്. അതായത് ട്രീ ആണ് എങ്കിൽ n ഇതുള്ള n വെർട്ടെക്സ് ഉള്ള ട്രീ ആണ് എങ്കിൽ n- എഡ്ജസും n വെർട്ടെക്സും n-1 എഡ്ജസ് ഉള്ളതാണ് എങ്കിൽ ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, പ്രൂഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, അതായത് എന്നിന്റെ മുകളിൽ. അപ്പൊ ടി എന്ന് പറയുന്നത് ഒരു ട്രീ ആണ് എന്ന് വിചാരിക്കാം. ടി എന്താണ്? ട്രീ, ട്രീ. ഇനി നമ്മൾ എന്നിന്റെ മുകളിൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ഇഫ് ഇൻഡക്ഷൻ ഓൺ n ആണ് കേട്ടോ. ഇഫ് n ഈക്വൽ ടു 1 or 2 ആണെങ്കിൽ, 1 ആണെങ്കിൽ ഒരു കുഞ്ഞാപ്പ് മാത്രമേ ഉള്ളൂ. എഡ്ജസ് ഈക്വൽ ടു എന്താണ്? 0. ദാറ്റ് ഈസ് 1 - 1 0 അല്ലേ? അല്ലേ? അതുപോലെ തന്നെ എന്താണ് 2 ആണെങ്കിൽ നോക്കുക, 2 ആണെങ്കിൽ അത് കണക്റ്റഡ് ആണെങ്കിൽ ഈ ഗ്രാഫാണ്, ഇത് ട്രീ ആണ്. അപ്പം ഇതില് എന്താണ് കിട്ടിയത് നമ്മളെ സംബന്ധിച്ച്? n-1, ദാറ്റ് ഈസ് 2 - 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 1 എഡ്ജസ് ആണ്. അതായത് ഇത് ട്രിവിയൽ കേസ് ആണ്. ദാറ്റ് ഈസ് വിച്ച് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1 and 2. ഓക്കെ, ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ്. സപ്പോസ്, എന്തിനാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്? അതായത് n-1 വെർട്ടെക്സ് ഉള്ള ഒരു ട്രീ ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ട്രീ ഉണ്ട്, n-1 വെർട്ടിസസ്. അതിന് എത്ര എഡ്ജസ് ഉണ്ട് എന്നാണ് പറയുന്നത്? n-2, അതായത് n-1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു n-2 എഡ്ജസ് ഉണ്ടായിരിക്കും. അതായത് m ഈക്വൽ ടു n-2 അല്ലേ? ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലേ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഏതിനു വേണ്ടിയിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്? അതായത് അല്ലെങ്കിൽ എന്നിന് വേണ്ടിയിട്ട്, അല്ലേ? എന്നിന് വേണ്ടിയിട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യാം ഒരു ട്രീ ഉണ്ട്, n വെർട്ടിസസ് ഉള്ള. ഓക്കെ, n വെർട്ടിസസ് ഉള്ള ഒരു ട്രീ ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? n ഓർഡറുള്ള ഒരു വെർട്ടിസസ് ഉണ്ട്. അത് എന്തല്ല, സൈക്ലിക് ആണ്, അല്ലെ? ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്ലിക് ആണ്. അങ്ങനെയാണെങ്കിൽ അതിലൊരു എഡ്ജ് ഞാൻ എടുത്തു, UV എന്ന് പറയുന്ന എഡ്ജ്, E ഈക്വൽ ടു UV. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? T-E എന്തായിരിക്കും? ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും, വിത്ത് രണ്ട് കമ്പണന്റ് ഉണ്ടായിരിക്കും, T1 and T2. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇതിന് കമ്പണൻസ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? T1 ഉം T2 എന്നും എടുത്തു ഞാൻ. T1 ഉം T2 എന്തായിരിക്കും? ഈ രണ്ടാളും എന്താണ്? ട്രീ ആണ് വരിക, കാരണം ട്രീ തന്നെയാണ് വരിക, അല്ലേ? ആണോ? അല്ലേ? കാരണം ഡിസ്കണക്ട് ചെയ്താലും ട്രീ എന്നെ കിട്ടുള്ളൂ, കാരണം അതിന് സൈക്കിൾ ഇല്ല. ഓക്കെ, അങ്ങനെ വരുമ്പോ ഇവിടെ നമുക്ക് കമ്പണന്റ് ആണ് എന്ന് കിട്ടി. ഇനി അങ്ങനെ വരുമ്പം n ഓഫ് T1 അപ്പോൾ എന്തായിരിക്കും? ലെസ് ദാൻ n ഓഫ് T ആയിരിക്കും.
കാരണം എന്തുകൊണ്ട്? കാരണം ഡിലീറ്റ് ചെയ്തു ഒരു എഡ്ജ്. അപ്പൊ എൻ ഓഫ് ടി വണ്ണിലുള്ള ലെസ് ദാൻ ആയിരിക്കും. അതുപോലെ എൻ ഓഫ് ടി ടു എന്ന് പറയുന്നതും ലെസ് ദാൻ ആയിരിക്കും എൻ ഓഫ് ടി. അതായത് എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആരാണ്? എൻ ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ ഹൈപ്പോത്തസിസ് എന്താ പറഞ്ഞത്? എന്നിനേക്കാട്ടും കുറഞ്ഞ ഏത് ഓർഡറിനും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അല്ലെ? ഈ കൺസെപ്റ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് പറയാം, അപ്പൊ എന്നോ അല്ലെങ്കിൽ എം ഓഫ് ടി വൺ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, എം ഓഫ് ടി വൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് വെർട്ടിസസിനെക്കാട്ടിലും 1 കുറവാണ് എന്നാണ്. ദാറ്റ് ഈസ് എൻ ഓഫ് ടി വൺ മൈനസ് 1. അതുപോലെ തന്നെ എം ഓഫ് ടി ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും സെയിം എൻ ഓഫ് ടി ടു മൈനസ് 1 ആയിരിക്കും, ബൈ ദി അസംഷൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ കേട്ടോ. അങ്ങനെ വരുമ്പോ ഇതിൽ നിന്നും എന്ത് കിട്ടും നമുക്ക്? ഈ രണ്ട് കൺസെപ്റ്റ്സിൽ നിന്നും എം ഓഫ് ടി എന്ന് പറയുന്നത് എം ഓഫ് ടി വൺ പ്ലസ് എം ഓഫ് ടി ടു, അതിൽ നിന്ന് ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതാ ഈ എന്ന് പറയുന്ന ഒരു എഡ്ജേ ഡിലീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോ പ്ലസ് 1 അല്ലേ? അപ്പൊ നമുക്ക് എന്താ കിട്ടുക നോക്കാം. അപ്പം എം ഓഫ് ടി എന്ന് പറയുന്നത് എം ഓഫ് ടി വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എൻ ഓഫ് ടി വൺ മൈനസ് 1, എൻ ഓഫ് ടി വൺ മൈനസ് 1 പ്ലസ്, ഇനി എം ഓഫ് ടി ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എൻ ഓഫ് ടി ടു മൈനസ് 1 പ്ലസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ക്യാൻസൽ വിത്ത് 1. അപ്പൊ ഇവിടെ കിട്ടുക എൻ ഓഫ് ടി വൺ പ്ലസ് എൻ ഓഫ് ടി ടു മൈനസ് 1, എൻ ഓഫ് ടി വൺ പ്ലസ് എൻ ഓഫ് ടി ടു. കാരണം വെർട്ടിസസ് ഒന്നും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ടി വണ്ണിന്റെയും ടി ടുവിന്റെയും വെർട്ടിസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എൻ ഓഫ് ടി എൻ ആണ് കിട്ടുക. എൻ ഓഫ് ടി മൈനസ് 1 കിട്ടിക്കഴിഞ്ഞു. അതായത് എം ഓഫ് ടി, അതായത് നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് എന്താണ്? എൻ ഓഫ് ടി മൈനസ് 1 എന്നാണ്. കിട്ടി. ഹെൻസ് ദി പ്രൂഫ്. ഇനി എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? ഡൗട്ട് ഒന്നുമില്ലേ?